ഹായ്, പ്ലസ് വൺ മാത്സിൽ പബ്ലിക് എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. നല്ല രസകരമായുള്ള ചാപ്റ്ററാണ്. 9 മാർക്കാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുകയും വേണം, ഇതേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയും വേണം. റെഡി ആണല്ലോ? സോ അങ്ങനെയാണ് നോക്കിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 1 + x + x² + up to x⁻⁻10. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ചോദ്യം ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 1 + x + x² + x³ അങ്ങനെ പോയിട്ട് +x⁻10 വരെ നോക്കിക്കോ. അപ്പം നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്നത് രീതി അനുസരിച്ച് എക്സിന് പകരം നമ്മൾ എന്ത് കൊടുത്താൽ മതി? -1 കൊടുത്താൽ മതി. നമുക്ക് ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് കിട്ടും, പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. സോ അങ്ങനെയാണെങ്കിൽ വരിക 1 + എക്സിന് പകരം -1 + -1² + -1³ ഇങ്ങനെ പോയിട്ട് +-1⁻10 വരെ വരും. ശ്രദ്ധിച്ചേ, ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ 1 + -1 1 - 1 ഇത് 0 ആയി പോലെ. -1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. -1ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ -1ന്റെ പവറിൽ ഈവൻ നമ്പർ വന്നാൽ അത് 1ഉം, -1ന്റെ പവറിൽ ഓഡ് നമ്പർ വന്നാൽ അത് -1. അപ്പോൾ ഇതും 0 ആയി പോയി. അപ്പോൾ നോക്ക്, -1² + -1³ 0. അപ്പം ഇനി അടുത്ത വരുന്നത് 4 5 വരുന്നത് 0 ആയി പോകും, 6 7 0 ആയി പോകും, 8 9 0 ആയി പോകും. അപ്പോൾ അതൊക്കെ 0 ആയി പോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ബാലൻസ് വരുന്നത് -1⁻10 ആണ്. അപ്പോൾ നിങ്ങളുടെ ഫൈനൽ ആൻസർ -1⁻10. -1ന്റെ പവറിൽ ഈവൻ നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ ഈസ് 1. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ? 1. ഈസി. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2x³ - 2x² / x² - 5x + 6. ഇത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ എക്സിന് പകരം 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ നിങ്ങൾ 2 കൊടുക്കുമ്പോഴും ന്യൂമറേറ്ററിൽ 2 കൊടുക്കുമ്പോഴും രണ്ടിടത്തും നിങ്ങൾക്ക് 0 and 0 കിട്ടും. അതായത് 0/0 ഫോമിലാണെങ്കിൽ നിങ്ങൾ പിന്നെ ചെയ്യാനുള്ളത് ഫാക്ടറൈസ് ചെയ്യാന്നുള്ളതാണ്. അതായത് ഇതിനെ ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതാം. ശ്രദ്ധിച്ചേ, ഇതൊരു സെക്കൻഡ് ഡിഗ്രിയാണ്. ഇതിന് നമുക്ക് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിനൊന്ന്, ഇവിടെ ഒരു x² ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു x³ ഉള്ളത് കൊണ്ട് ആ x² കോമൺ എടുത്തു. അപ്പോൾ എന്തായാലും എനിക്ക് ഇവിടെ ഒരു ഫസ്റ്റ് ഡിഗ്രി കിട്ടണം. അപ്പോൾ താഴത്തെ ഒരു ഫസ്റ്റ് ഡിഗ്രി കിട്ടിയാൽ അത് ക്യാൻസൽ ചെയ്തു, അതുകൊണ്ട് വേണ്ടിയിട്ടാണ്. അപ്പോൾ x³ ഒന്ന് x² എടുത്താൽ ബാക്കി ഒരു x മാത്രം ബാക്കി. ഇവിടുന്ന് ഒരു x² 2x² x² കോമൺ എടുത്താൽ പിന്നെ ഒരു -2 മാത്രം ബാക്കി. ഇനി അടുത്തത് x² - 5x + 6 അല്ലേ? x² - 5x + 6 ഇതിനെങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതുക? ഫാക്ടറൈസ് ചെയ്ത് എഴുതുന്നതിന് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ പ്രൊഡക്റ്റ് 2 നമ്പർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പ്രൊഡക്റ്റ് 6 ആയാൽ മതി, അതേപോലെ തന്നെ സമ്മ് -5 ആയാൽ മതി. നോക്ക്, സമ്മ് നെഗറ്റീവ് വരുന്നത് കൊണ്ട് എന്തായാലും നമ്മൾ പ്രൊഡക്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ 2 പോസിറ്റീവ് ആകില്ല എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ പ്രൊഡക്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 2 ചാൻസ് ഉള്ളത്. ഒന്നെങ്കിൽ -2 -3 എടുക്കാം, ശരിയല്ലേ? അതേപോലെ തന്നെ -1 -6 എടുക്കാം. ഓക്കെ, കാരണം സമ്മ് നെഗറ്റീവാണ്. ഇനി ഇത് 2 കൂടി ആഡ് ചെയ്ത് നോക്ക്. -2 -3 ആഡ് ചെയ്താൽ -5 ആണ്. -1 -6 ആഡ് ചെയ്താൽ -7 ആണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏതാ? -2 -3. പ്രൊഡക്റ്റ് നിങ്ങൾക്ക് 6 ആ കിട്ടുക, സം ആയിട്ട് കിട്ടുക -5. അപ്പോൾ സംശയമൊന്നുമില്ല. അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതുമ്പോൾ നിങ്ങൾ x - 2 × x - 3 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ -b ± b² √b² - 4ac വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ സൊല്യൂഷൻ കിട്ടും 2 ഉം 3 ആണ്. 2 ഉം 3 കിട്ടിയിട്ടുണ്ട്, x - 2 x - 3 എന്ന് മാറ്റി ചെയ്താൽ മതി. അങ്ങനെയും ചെയ്യാം. സോ അങ്ങനെയാണ് നോക്കിക്കോ. ഇവിടെ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് x - 2 x - 3 x - 2 x - 3. ഇനി നോക്കടാ, ഈ x - 2 x - 3 എനിക്ക് ക്യാൻസൽ ചെയ്തൂടെ? ഈ x - 2 അതേപോലെ തന്നെ ഈ x - 2 ക്യാൻസൽ ചെയ്യാം. സോ നിങ്ങൾക്ക് ആൻസർ വരുന്നത് ഇനി എന്തായിരിക്കും? ലിമിറ്റ് ഉണ്ട് കേട്ടോ, ഇവിടെയൊക്കെ ലിമിറ്റ് ഞാൻ ഇട്ടിട്ടില്ല അല്ലേ? ഓക്കെ, ഇതാ ഇത് ലിമിറ്റിൻ്റെ ഉള്ളിലാക്കിയിട്ട് തരാം. സോ ഇതാ നോക്കിക്കോ, ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. ഇത് നമ്മൾ x² കോമൺ എടുത്തപ്പോൾ x - 2 ആൻഡ് ഡിനോമിനേറ്റർ ഫാക്ടർ ആക്കി എഴുതിയപ്പോൾ x - 2 × x - 3. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്തത് എന്താടാ? ഈ x - 2 x - 2 ക്യാൻസൽ. അപ്പോൾ നിങ്ങളുടെ ഫൈനൽ ആൻസറിൽ ഇപ്പോൾ x² / x - 3 മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എക്സിന് പകരം എന്ത് കൊടുക്കാം? ധൈര്യമായിട്ട് 2 കൊടുക്കാം. അപ്പോൾ നോക്കടാ, x² / x - 3 അവിടെ നിങ്ങൾ എക്സിന് പകരം 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ 2² / 2 - 3 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് 4/2 - 3 എന്ന് പറഞ്ഞാൽ എന്താ? -1. സോ നിങ്ങളുടെ ആൻസർ എത്രയായിരിക്കും? -4. അപ്പോൾ ഇതാണ് ആ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. റെഡി? സോ അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ വാല്യൂ ഓഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു x⁻n - a⁻n/x - ആണെങ്കിൽ ദ ആൻസർ എന്താ? n(a)n-1. സ്റ്റാൻഡേർഡ് ലിമിറ്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതേ മോഡലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു നോക്കിക്കേ, x ടെൻസ് ടു 1 x⁻15 - 1. അതേപോലെ തന്നെ ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 x⁻10 - 1. ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതാണ്. ശ്രദ്ധിച്ചോ,
എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ആവണം, അതായത് അതേ n തന്നെ ഇവിടെയും പവറിൽ വരണം. എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ആവണം, അതേ n തന്നെ ഇവിടെയും പവറിൽ വരണം. ബൈ ഒരു എക്സ് മൈനസ് എ കിട്ടണ്ടേ? നോക്ക്, എക്സ് അപ്രോച്ച് ചെയ്യുന്നത് എയിലേക്കാണ്, എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ. അപ്പോൾ എൻ്റെ വാല്യൂ എത്രയാണ്? 1. അപ്പോൾ എക്സ് മൈനസ് എ കിട്ടണമെങ്കിൽ എക്സ് മൈനസ് 1 വേണം. ഇവിടെയും അതേപോലെ തന്നെ എക്സ് മൈനസ് 1 വേണം. രണ്ട് ഭാഗത്തും എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ വാല്യൂവിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത്. ഇവിടെ മുകളിൽ ന്യൂമറേറ്ററിൽ ഇവിടെ n ആയിട്ട് വരുന്നത് 15 ആണ്, എ ആയിട്ട് വരുന്നത് 1 ആണ്. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ ഇല്ല. ഇവിടെ n ആയിട്ട് വരുന്നത് 10 ആണ്, എ ആയിട്ട് വരുന്നത് 1 തന്നെയാണ്. അപ്പോൾ അതിലും കൺഫ്യൂഷൻ ഇല്ല. അങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? ഈക്വൽ ടു n a റൈസ് ടു n മൈനസ് 1 15 ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇവിടെ n 10 അല്ലേ, അപ്പോൾ 10 ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1. സോ ഇത് രണ്ടും 1 ആയി പോകും. ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 15/10, അതായത് 3/2. ഈസി. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെയ്ത് ആൻസറിലേക്ക് എത്തുക. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതും അതേ മോഡൽ ചെയ്യേണ്ടതാ. നിങ്ങൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കി വെക്കുക. റൂട്ട് എക്സ് ആണെങ്കിൽ നമ്മൾ അതിനെ എക്സ് റൈസ് ടു 1/2 എന്ന് എഴുതൂലേ. അപ്പോൾ റൂട്ട് 1 + x ആണെങ്കിൽ നോക്കിക്കേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഈ റൂട്ട് 1 + x മാറ്റിയിട്ട് ഞാൻ 1 + x ഓൾ റൈസ് ടു 1/2 എന്നിട്ട് -1/x. നോക്ക്, നമ്മൾ നേരത്തെ പഠിച്ച സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആയിട്ടുണ്ടോ? ഇല്ല. ആവണമെങ്കിൽ ഞാൻ കുറച്ച് ചെറിയ ചേഞ്ച് കൂടി വരുത്തണം. 1ന്റെ പവറിൽ 1/2 ഇട്ടെടുത്തു. എക്സ് റൈസ് ടു n മൈനസ് എ റൈസ് ടു n ആയി. ബട്ട് എന്തായിട്ടില്ല? എക്സ് മൈനസ് എ ആയിട്ടില്ല. ഇവിടെ എക്സിന് പകരം ആരാ ഉള്ളത്? 1 + x. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഞാനൊരു 1 ആഡ് ചെയ്തു. 1+, പ്രശ്നമൊന്നുമില്ലല്ലോ, 1+. ഓക്കെ. അതേപോലെ തന്നെ ഒരു 1 സബ്ട്രാക്റ്റും ചെയ്തു. ഇപ്പം നമ്മുടെ വാല്യൂവിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നോക്ക്, എക്സ് റൈസ് ടു n മൈനസ് എ റൈസ് ടു n, ഇതേ ഇവിടെ ഉള്ള എക്സ് തന്നെയല്ലേ ഇപ്പോൾ ഇവിടെ ഉള്ളത്, ഒരു മാറ്റവും ഇല്ലല്ലോ. അപ്പോൾ ഇതുകൂടി ഒന്ന് മാറണം അല്ലേ? ഇനി ശ്രദ്ധിച്ചോ, അത് ശ്രദ്ധിച്ചോ. എക്സ് 0ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ഞാൻ രണ്ട് ഭാഗത്തും 1 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ x+1 അപ്രോച്ച് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? 1ലേക്കാണ്. അപ്പോൾ രണ്ട് ഭാഗത്തും 1 ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈസി ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. x+1 അപ്രോച്ച് ചെയ്യുന്നത് 1ലേക്കായിരിക്കും. അത് മാത്രം അറിഞ്ഞു വെച്ചോ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിമിറ്റ് x+1 അപ്രോച്ചസ് ടു 1, അതായത് എക്സ് ആണ് ഇവിടെ x+1 ആയിട്ടുള്ളത്, അല്ലെങ്കിൽ 1 + x. അപ്പോൾ നോക്ക്, 1 + x ഓൾ റൈസ് ടു 1/2 മൈനസ് 1 റൈസ് ടു 1/2 ബൈ 1 + x മൈനസ് 1. അപ്പോൾ എക്സിന് പകരം 1 + x. n ആയിട്ട് ഇവിടെ ഉള്ളത് പവറിൽ വരുന്ന നമ്പർ ഏതാ നോക്ക് നിങ്ങൾ? n = 1/2. എ ആയിട്ടുള്ളത് ഏതാ നോക്ക്? 1 1 1 അല്ലേ? അപ്പോൾ a = 1. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന്റെ ഫൈനൽ ആൻസർ എന്തായിരിക്കടാ? n a റൈസ് ടു n മൈനസ് 1. അപ്പോൾ n a റൈസ് ടു n മൈനസ് 1. റെഡി അല്ലേ? n a റൈസ് ടു n മൈനസ് 1. 1ന്റെ പവറിൽ എന്ത് വന്നാലും 1 ആയിരിക്കും കിട്ടുക. അപ്പോൾ ഫൈനൽ ആൻസർ 1/2 × 1 1/2. ഇനി ഇതേ മോഡൽ ക്വസ്റ്റ്യൻ 1 + x ഓൾ റൈസ് ടു 5 ഒക്കെ വെച്ച് വരാറുണ്ട്. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക. ലിമിറ്റ് x ടെൻസ് ടു 0 sin x/x. ലിമിറ്റ് x ടെൻസ് ടു 0 sin x/x എന്താ? സിമ്പിൾ ആയിട്ടുള്ളതാണ്, 1 ആണ് ആൻസർ അല്ലേ? ലിമിറ്റ് x ടെൻസ് ടു 0 sin x/x എന്ന് പറഞ്ഞിട്ട് 1 ആണ്. ലിമിറ്റ് x ടെൻസ് ടു 0 tan x/x, അത് എന്ത് തന്നെയാണ്? 1 ആണ്. ഇതൊക്കെ പഠിച്ചു വെക്കട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതേ മോഡൽ ഇത് വെച്ചിട്ട് sin x/x 1 ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതാ. sin ax/sin bx. സാർ എങ്ങനെയാ ചെയ്യുക? ഈസി. ലിമിറ്റ് x ടെൻസ് ടു 0 sin ax ഡിവൈഡഡ് ബൈ, നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, ലിമിറ്റ് x ടെൻസ് ടു 0 sin bx. നോക്കിക്കേ, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. sin x/x ആണെങ്കിലാണ് 1. ഇവിടെ sin ax അല്ലേ? അപ്പോൾ ഡിനോമിനേറ്ററിൽ ഞാൻ ഒരു ax ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് 1 ആയി പോകും. പക്ഷെ വെറുതെ അങ്ങനെ ഇട്ട് ax ഇട്ട് കൊടുക്കാൻ പറ്റൂല. നിങ്ങൾ ax കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ax കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഡിനോമിനേറ്ററിൽ bx ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതും 1 ആയില്ലേ? അപ്പോൾ വെറുതെ bx ഇട്ട് കൊടുക്കാൻ പറ്റില്ല, bx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും വേണം. സോ നോക്ക്, ലിമിറ്റ് x ടെൻസ് ടു 0 sin ax/x, അത് 1 ആണ്. ലിമിറ്റ് x ടെൻസ് ടു 0 sin bx/bx, അതും 1 ആണ്. അങ്ങനെയാണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ ഇങ്ങനെ വരിക. 1/1 ഇൻറ്റു പിന്നെ ഒരു axും bxും ഇല്ലേ, അത് മൊത്തത്തിൽ നമുക്ക് ആ ലിമിറ്റിന്റെ ഉള്ളിൽ അങ്ങാക്കിയിട്ട് കൊടുക്കാം. ax/bx. എടാ നിങ്ങൾ നോക്കിക്കേ, ഈ എക്സും ക്യാൻസൽ ചെയ്തൂടെ? ഈ രണ്ട് എക്സുകളും നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ? ഈ എക്സും ക്യാൻസൽ ചെയ്താൽ അവിടെ a/b മാത്രമേ ഉള്ളൂ. a/b കോൺസ്റ്റന്റ്. അപ്പോൾ 1 × ab എന്നല്ല വരിക. സോ 1 × ab അല്ല, 1 × a/b. അപ്പോൾ 1 × a/b ആണെങ്കിൽ ആൻസർ എന്താ? a/b. ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. ചില കേസിൽ sin 5x/sin 2x ഒക്കെ ഉണ്ടാവാറുണ്ട്. ആൻസർ എന്തായിരിക്കും? 5/2 ആയിരിക്കും. അതൊരു ലോജിക്ക് മനസ്സിലാക്കിയാൽ മതി. ax/sin bx, a/b ആണ് ഫൈനൽ ആൻസർ വരിക. പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ചെയ്ത് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതായത് നമ്മുടെ ഫംഗ്ഷൻ, ഈ ഫംഗ്ഷന് 0ൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്യുന്ന കേസിൽ നിങ്ങളോട് ലിമിറ്റ് x ടെൻസ് ടു 0 f(x) ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഫൈൻഡ് ചെയ്യണം. അതായത് ഞാൻ ഇതിന്റെ LHL ഫൈൻഡ് ചെയ്യാൻ പോകാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെ LHL ഫൈൻഡ് ചെയ്യുക? LHL എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ലിമിറ്റ് x ടെൻസ് ടു 0 - f(x). അങ്ങനെയാണ് നോക്ക് നിങ്ങൾ.
ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സിന്റെ വാല്യൂ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് 0ലേക്ക് വരുന്നത്. അതായത് എക്സിന്റെ വാല്യൂസ് ഒക്കെ ഓൾമോസ്റ്റ് എന്തായിരിക്കും, 0നേക്കാൾ കുറഞ്ഞ, 0 മൈനസ് എന്ന് പറഞ്ഞാൽ 0നേക്കാൾ കുറഞ്ഞ വാല്യൂസ് ആയിരിക്കും. 0നേക്കാൾ കുറഞ്ഞ വാല്യൂസ് ആണ് എക്സിന് ഉള്ളതെങ്കിൽ ആ ഫംഗ്ഷന്റെ വാല്യൂ എന്താന്ന് പറഞ്ഞത് x²+3. അപ്പൊ ഈ ഫംഗ്ഷന് പകരം നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത് x²+3. ഇനി ഒന്നുമില്ല, നിങ്ങൾ സാധാ ചെയ്യുന്നത് പോലെ തന്നെ എക്സിന് പകരം നിങ്ങൾ 0 കൊടുക്കുക. അപ്പൊ 0² + 3 ആൻസർ എന്താ 3. അതായത് ഈ ഫംഗ്ഷന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞത് 3 ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു വെക്കണം. ഈ ഒരു ടൈപ്പ് ചോദ്യത്തിൽ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എടുത്തിട്ടാണ് ആൻസറിലേക്ക് എത്തേണ്ടത്. സോ അടുത്തതടാ ഇതേപോലെ തന്നെ നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കൂടി ഫൈൻഡ് ചെയ്ത് വെക്കണം. നോക്കിക്കേ, ഇതിന്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെയാ വരിക, RHL റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ശ്രദ്ധിച്ചോ. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 + f(x). അപ്പൊ നോക്ക് നിങ്ങൾ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 + f(x). അതായത് 0+ എക്സിന്റെ വാല്യൂ 0നേക്കാളും കൂടുതലായിരിക്കും. അങ്ങനെ ആണെങ്കിൽ 0നേക്കാളും കൂടുതലാ, 0ലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് റൈറ്റ് സൈഡിൽ നിന്നാണ്. അപ്പൊ 0നേക്കാളും കൂടുതൽ വാല്യൂസ് ആയിരിക്കും. 0നേക്കാളും കൂടുതലാണ് എക്സിന്റെ വാല്യൂസ് എങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്താ, 3 × x+5. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത് 3 × x+5. ഇനി നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ എക്സിന് പകരം 0 കൊടുക്കുക. അപ്പൊ 3 × 0 + 5, അതായത് 3 × 5. 3 × 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാ, 15 ആയിരിക്കും എന്ത്, നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് വരുന്നത്. സെറ്റ് അല്ലേ? അപ്പൊ നോക്ക്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ആ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ആൻസർ ഇങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യേണ്ടത്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ല ചോദ്യം ചോദിച്ചത്, 0 f(x) എന്ത് ചെയ്യൂല, എക്സിസ്റ്റ് ചെയ്യൂല. അപ്പൊ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇതാണ് ഫൈനൽ ആൻസർ. ഇനി അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്തായിരുന്നു നമ്മുടെ ഫൈനൽ ആൻസർ, ആ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ആ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ആയിരിക്കും ഈക്വൽ ആണെങ്കിൽ, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യൂല. ഈ കാര്യവും ഈ ചോദ്യവും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി കുറച്ച് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡെറിവേറ്റീവ്സിന്റെ റിസൾട്ടുകൾ നോക്കാം. എന്നിട്ട് കുറച്ച് നമുക്ക് ഡെറിവേറ്റീവ്സിന്റെ ചോദ്യങ്ങളും. സോ നോക്ക്, d/dx ഓഫ് tan x, d/dx ഓഫ് cosec x, d/dx ഓഫ് cot x, d/dx ഓഫ് sec x. സിമ്പിൾ ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് tan x, tan x ന്റെ ഡെറിവേറ്റീവ് എന്താടാ, sec²x അല്ലേ, സിമ്പിൾ. അടുത്തത് cosec x ന്റെ ഡെറിവേറ്റീവ് എന്താ, -cosec x cot x. cot x ന്റെ ഡെറിവേറ്റീവ് എന്താ, -cosec²x. അടുത്തത് നോക്ക്, sec x ഞാൻ ഇതിൽ അഡീഷണൽ ആയി ഇട്ടതാണ്, ക്വസ്റ്റ്യനിൽ ഇല്ലായിരുന്നു. d/dx ഓഫ് sec x എന്ന് പറഞ്ഞാൽ എന്താ, അത് sec x tan x. ഇനി രണ്ടാളും കൂടി ഉണ്ട്, അത് വേണം ഞാൻ സൈഡിൽ എഴുതി കാണിച്ചു തരാം. ഡെറിവേറ്റീവ് ഓഫ് sin x, d/dx ഓഫ് sin x എന്താ, അത് ഇതിലില്ലല്ലോ അല്ലെ, cos x ആണ്. അതേപോലെ തന്നെ d/dx ഓഫ് cos x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് -sin x ആണ്. സോ വെറുതെ എന്തൊക്കെ ഒന്ന് പഠിച്ചു വെക്കട്ടോ. വേറെ ഒരുപാട് സ്റ്റാൻഡേർഡ് ഡെറിവേറ്റീവുകൾ ഉണ്ട്, കൃത്യമായിട്ട് നമുക്ക് അതൊക്കെ ആവശ്യം വരും പ്രോബ്ലംസ് ചെയ്യാൻ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ആൻഡ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, sin x ന്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് ഫൈൻഡ് ചെയ്യാം. sin x പഠിക്കണം, cos x പഠിക്കണം, tan x പഠിക്കണം. അതേപോലെ തന്നെ 1/x, x², √x. അപ്പൊ രണ്ടെണ്ണം നമ്മൾ ഇതിൽ ചെയ്യും, ബാക്കിയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കട്ടോ. സോ നോക്കിക്കേ, f(x) = sin x. sin x എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഓക്കെ, ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് വേണ്ടത്. അപ്പൊ ഒറ്റ ആളെ കൂടി നമുക്ക് അതിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വേണ്ടതുണ്ട്, f(x + h). f(x) sin x ആണെങ്കിൽ f(x + h) എന്താ, ഒന്നുമില്ല, ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. x ഉള്ള സ്ഥാനത്ത് x + h കൊടുക്കുക. എടാ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് f'(x), ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് f'(x) എന്ന് പറയുന്നത് ലിമിറ്റ് h ടെൻസ് ടു 0 f(x + h - f(x). ഈ നോട്ട് ചെയ്ത് വെക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു സംഭവമാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഒന്നെങ്കിൽ ട്രിഗണോമെട്രിക് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഓൾജിബ്ര വെച്ചിട്ടുള്ള 1/x x² ഒക്കെ. സോ നോക്കിക്കോ, കൃത്യമായിട്ട് പഠിക്കണം, കൃത്യമായിട്ട് ചെയ്യണം. f'(x) = ലിമിറ്റ് h ടെൻസ് ടു 0 f(x + h) എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഓൾറെഡി എഴുതി, ദാറ്റ് ഈസ് sin x + h. f(x) എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് sin x all divided by h. ഇത് നോക്ക്, ഇതിപ്പോ ഏത് ഫോമിലാണ് ഉള്ളത്, sin x - sin y എന്ന് പറഞ്ഞ ഫോമിലാണ് ഉള്ളത്. ഇത് നിങ്ങൾ പഠിച്ചതാ മുമ്പ്. sin x - sin y ആയിരുന്നെങ്കിൽ, sin x - sin y ആയിരുന്നെങ്കിൽ ഇതിന്റെ എക്സ്പാൻഷൻ എങ്ങനെയായിരുന്നു, sin x - sin y, sin x - sin y 2 cos x + y/2 sin x - y/2. ഇതായിരുന്നു ഇതിന്റെ എക്സ്പാൻഷൻ, ശരിയല്ലേ? നമ്മൾ സം ആൻഡ് പ്രൊഡക്റ്റ് ഫോർമുല ഒക്കെ പഠിച്ചതല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ചെറിയ ചേഞ്ച് കൊടുക്കാൻ പോവാണ്. അടുത്തത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ, = ലിമിറ്റ് h ടെൻസ് ടു 0. ഇവിടെ എക്സിന് പകരം x + h, വൈക്ക് പകരം x. അങ്ങനെയാണ് 2 cos x + y/2, അതായത് x + h പ്ലസ് വൈക്ക് പകരം x all divided by 2. അടുത്തത് sin x - h/2, അതായത് എക്സിന് പകരം x + h
വൈക്ക് പകരം എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ഇനി എന്ത് കൊടുക്കണം ഒരു എച്ച് കൊടുക്കണം അല്ലേ ഓക്കെ ഫൈൻ ശ്രദ്ധിച്ചേ ഇനി ശ്രദ്ധിച്ചോ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ ഇവിടെ ഞാൻ ഈ എക്സും ഈ മൈനസ് എക്സും ക്യാൻസൽ ചെയ്തു ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എഴുതാൻ പോകുന്നത് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 നോക്കിക്കേ കോസ് എക്സ് പ്ലസ് എക്സ് 2x ആവൂലേ അപ്പൊ കോസ് 2x പ്ലസ് എച്ച് ബൈ 2 ഇട്ട് കൊടുത്തു ഓക്കെ പ്രശ്നമൊന്നുമില്ലല്ലോ ശരിയാണ് അടുത്തത് ഇവിടെ സൈൻ എച്ച് ബൈ 2 ഉള്ളത് അപ്പൊ സൈൻ എച്ച് ബൈ 2 ഇട്ട് കൊടുത്തു അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം വരും അവിടെ ഒരു 2 ഇല്ലേന്ന് ആ 2 പറഞ്ഞു കേട്ടോ നോക്ക് ഇവിടെ ബൈ ഒരു എച്ച് ഉണ്ട് ഞാനിനി ഈ ഇൻറ്റു 2 ഇല്ലേ ഇതിന് ഞാൻ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായി മാറും എച്ച് ബൈ 2 ആയി മാറും ബൈ 2 നിങ്ങൾ വേണം ന്യൂമറേറ്ററിലേക്ക് എടുത്തോ ഇൻറ്റു 2 ആയി മാറും അപ്പൊ ഇനി നമ്മൾ പഠിച്ച ഒരു റിസൾട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് 1 ആണെങ്കിൽ ഇവിടെ നോക്ക് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2 ഇതെന്തായിരിക്കും 1 ആയിരിക്കും അല്ലേ അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഇത് 1 ആണെങ്കിൽ നമുക്കിതാ അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതി കൂടെ നോക്ക് നിങ്ങൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കോസ് 2x പ്ലസ് എച്ച് കോസ് 2x പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു 1 എഴുതി കൂടെ ഇനി എച്ചിന് പകരം 0 കൊടുത്തു അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും കോസ് 2x പ്ലസ് 0 ബൈ 2 ഇൻറ്റു 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് തന്നെ കിട്ടുക ആൻഡ് ആൻസർ എന്താ 2x പ്ലസ് 0 എച്ചിന് പകരം 0 കൊടുത്തു അപ്പോൾ 2x ബൈ 2 2xന്റെ ഹാഫ് എക്സ് അല്ലേ സോ നിങ്ങളുടെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് എന്താ കോസ് എക്സ് അപ്പോൾ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ കോസ് എക്സ് ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് ഫൈൻഡ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കോസ് എക്സും പഠിക്കണം ടാൻ എക്സും പഠിക്കണം ടാൻ എക്സ് മോഡൽ എക്സാമിന് ചോദിച്ചതാണ് സോ നോക്ക് find the derivative of function y equal to 1 by x with respect to x by using first principle ഇവിടത്തെ ചോദ്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചേ ഇവിടെ നിങ്ങൾക്ക് തന്ന ഫംഗ്ഷൻ f of x is equal to 1 by x അങ്ങനെയാണ് എൻ്റെ ചോദ്യം വാട്ട് ഈസ് f of x plus h f of x plus h എന്ന് പറഞ്ഞാൽ 1 by x plus h x ഉള്ള സ്ഥാനത്ത് x plus h കൊടുക്കുന്നു നമ്മൾ പഠിച്ചത് പ്രകാരം ഫസ്റ്റ് പ്രിൻസിപ്പിൾ f dash x is equal to f dash x എന്നല്ലേ ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ പറയാം f dash x equal to ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താ എഫ് ഡാഷ് എക്സ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ അല്ലേ അപ്പൊ നോക്ക് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എച്ച് സോ അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം ദാറ്റ് ഈസ് 1 ബൈ എക്സ് പ്ലസ് എച്ച് മൈനസ് 1 ബൈ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എച്ച് സെറ്റ് അല്ലേ പ്രശ്നമൊന്നുമില്ലല്ലോ സോ അടുത്ത സ്റ്റെപ്പ് നോക്കിക്കേ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും 1 ഇൻറ്റു എക്സ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എച്ച് ഓക്കെയാണ് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണേ അല്ല ഉത്തരം തെറ്റും പിന്നെ ഇവിടെ ഡിനോമിനേറ്ററിൽ വരിക എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ആണ് അതിന് പ്രശ്നമൊന്നുമില്ല ഇവിടെ ഒരു ബൈ എച്ച് ഇല്ലേ അത് ഞാൻ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ ഇൻറ്റു 1 ബൈ എച്ച് എന്നാണ് വരിക ആ എച്ച് ഇല്ലേ ആ എച്ച് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എച്ച് ഓക്കെ പ്രശ്നമൊന്നുമില്ലല്ലോ റെഡി അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോ ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എക്സ് മൈനസ് എക്സ് മൈനസ് പ്ലസ് എച്ച് മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ എച്ച് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ എക്സും ഈ മൈനസ് എക്സും ക്യാൻസൽ ചെയ്യുക അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ നിങ്ങളുടെ ഫൈനൽ ആൻസർ എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു നോക്കിക്കോ എന്താ ഉള്ളത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇവിടെ ഒരു മൈനസ് എച്ച് മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ മൈനസ് എച്ച് ബൈ പിന്നുള്ളത് എന്താ നോക്കി എച്ച് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എച്ച് എച്ച് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ഇനി ശ്രദ്ധിച്ചേ ഞാൻ ഈ എച്ചും അതേപോലെ തന്നെ ഡിനോമിനേറ്ററിലുള്ള ഈ എച്ചും ക്യാൻസൽ ചെയ്തു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത് ഇത് മാത്രം ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് മുകളിലൊന്നും ഇല്ലല്ലോ അതായത് -1 എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ഇനി നിങ്ങൾ എച്ചിന് പകരം ഒന്ന് 0 കൊടുത്തു നോക്കുക അപ്പോൾ ആൻസർ എന്താ -1 ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 0 എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 0 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 0 എക്സാ അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എന്താ എക്സ് സ്ക്വയർ അപ്പോൾ ആൻസർ എന്താ -1 ബൈ എക്സ് സ്ക്വയർ ഇതായിരുന്നു എന്ത് നിങ്ങളുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് ഫൈൻഡ് ചെയ്തല്ലോ ഈസി ചോദ്യമാണ് അപ്പോൾ ഇതും പഠിച്ചു വെക്കുക കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ആൻഡ് അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ സൈൻ എക്സ് എടാ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ട് തരികയാണെങ്കിൽ രണ്ട് ഫംഗ്ഷൻ പ്രൊഡക്റ്റ് ആയിട്ട് തന്ന് അതിന്റെ ഡെറിവേറ്റീവ് ഞാൻ ഈ ഡാഷ് ഇട്ടത് ഡെറിവേറ്റീവ് ആട്ടോ ഇതാണ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യുക ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് എഴുതും എന്നിട്ട് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇത് ഓർഡർ മാറിപ്പോയാലും പ്രശ്നമൊന്നുമില്ല ആൻസർ കറക്റ്റ് ആയിരിക്കും സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ തന്നതിൽ ഇത് ഫസ്റ്റ് ആണെന്നും ഇത് രണ്ടാമത്തെ ഫംഗ്ഷൻ ആണെന്നും ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കാം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആണെന്ന് കണ്ടാൽ മനസ്സിലാകുമല്ലോ സോ അങ്ങനെയാണെങ്കിൽ നോക്ക് നിങ്ങളുടെ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് സംഭവം വളരെ ഈസിയാണ്
ഫസ്റ്റ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് രണ്ടാമത്തത് എന്താ സൈൻ എക്സ് ഓക്കെ ആണ് പ്ലസ് ഇനി എന്താ ചെയ്യേണ്ടത് രണ്ടാമത്തത് എന്താണോ അത് അങ്ങനെ തന്നെ എഴുതി വെക്കുക എന്നിട്ട് ഡെറിവേറ്റീവ് ഓഫ് ആരുടേതാ ഫസ്റ്റ് നോക്കിക്കോ എക്സ് സ്ക്വയർ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് അപ്പൊ എക്സ് സ്ക്വയർ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്താ അതും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഇതാ നോക്കിക്കോ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ആണെങ്കിൽ ദാറ്റ് ഈസ് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ പഠിച്ചു വെക്കണേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാ നോക്ക് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2x റൈസ് ടു 2 മൈനസ് 1 അതായത് 2x അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും ഇൻ ടു 2x എന്ന് കൊടുക്കും സോ ഇതാണ് നമ്മുടെ ആൻസർ എക്സ് സ്ക്വയർ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് 2x ഇത്രയേ ഉള്ളൂ റെഡി ഓക്കെ ആണ് സിമ്പിൾ ഇനി അതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ഇവിടെ നിങ്ങൾക്ക് ഫംഗ്ഷൻ കോഷ്യൻസ് ആയിട്ടാണ് തന്നത് അതായത് നമ്മളെ പി ബൈ ക്യൂ എന്ന് പറഞ്ഞ ഫോമിൽ തരൂലേ അപ്പൊ റാഷണൽ ഫംഗ്ഷൻസ് ആയിട്ടാണ് തരുന്നതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക യു ബൈ വി ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് ഫൈൻഡ് ചെയ്യാനുള്ളതെങ്കിൽ നോക്കിക്കോ ഈക്വേഷൻ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ ഡിനോമിനേറ്റർ എന്താണോ അത് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ ഞാൻ ഈ ഡാഷ് ഇട്ടതേ ഡെറിവേറ്റീവ് ആട്ടോ സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇതിന്റെ ആൻസർ പറഞ്ഞേ നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ ന്യൂമറേറ്റർ യു ഇതാണ് എന്ത് നിങ്ങളുടെ ഡിനോമിനേറ്റർ വി അപ്പൊ ഫസ്റ്റ് ഞാൻ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ ഇതാണ് അപ്പൊ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അതിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇതാണ് ഡിനോമിനേറ്റർ അപ്പൊ അതങ്ങനെ തന്നെ എഴുതി അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ന്യൂമറേറ്റർ അല്ലേ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഓക്കെ ഫൈൻ പിന്നെ ഒരു മൈനസ് ഇട്ട് കൊടുക്കും ഇനി എന്താ ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പിൽ ന്യൂമറേറ്റർ അങ്ങനെ തന്നെ എഴുതുക അതായത് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഓക്കെ ഫൈൻ എന്നിട്ട് ഡെറിവേറ്റീവ് ഓഫ് അടുത്ത ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് അതായത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ അത്യാവശ്യം ഐഡിയ വേണ്ടതാണ് അല്ലെങ്കിൽ ലെങ്തി ആയിട്ടുള്ളതായിരിക്കും ഇങ്ങനത്തെ കോഷ്യൻ റൂൾ വെച്ച് ചെയ്യേണ്ട പ്രോബ്ലങ്ങൾ ഇതെന്താ ഡിനോമിനേറ്റർ അപ്പൊ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ അപ്പൊ സൈൻ എക്സ് പ്ലസ് കോസ് എക്സിന്റെ ഹോൾ സ്ക്വയർ റെഡി കൃത്യമായിട്ട് ശ്രദ്ധിച്ചേ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് അങ്ങനെ തന്നെ എഴുതാം സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് അതൊരു പ്രശ്നമില്ല ഇനി നോക്ക് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് അത് കോസ് എക്സ് അല്ലേ അതെ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് ഉണ്ട് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു മൈനസ് സൈൻ എക്സ് എഴുതും ശരിയേ അപ്പൊ ഞാൻ നോക്കി ഈ മൈനസും കൂടിയും എനിക്ക് മാറ്റിയിട്ട് പ്ലസ് ആക്കിക്കൂടെ അതിന് തെറ്റൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ യെല്ലോ കൊണ്ട് കൊടുക്കുന്നു പ്ലസ് സൈൻ എക്സ് ഇനി അടുത്തത് നെഗറ്റീവ് ഇട്ട് കൊടുക്കുന്നു സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഓക്കെ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ മൈനസ് സൈൻ എക്സ് അപ്പൊ പ്ലസ് ഉള്ളത് കൊണ്ട് പ്ലസും മൈനസും കൂടി ഒരുമിച്ച് വരുമ്പോൾ അതെന്താവും നെഗറ്റീവ് ആവും ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത് നോക്കിക്കേ സൈൻ എക്സ് പ്ലസ് കോസ് എക്സിന്റെ ഹോൾ സ്ക്വയർ അതായത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ എനിക്ക് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ആക്ച്വലി ദിസ് ഈസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ അല്ലേ സോ അങ്ങനെയാണെങ്കിൽ ഇത്ര വരും അത് ഫസ്റ്റത്തത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇനി അതേപോലെ നോക്ക് മൈനസ് ഇവിടെ എന്താ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്നല്ല വന്നത് ഞാൻ ഇവിടുന്ന് ഒരു നെഗറ്റീവ് പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നോക്കിക്കേ ഇവിടുന്ന് ഞാനൊരു നെഗറ്റീവ് പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് അങ്ങനെ തന്നെ ഉണ്ടാവും അതിൽ പ്രശ്നമൊന്നുമില്ല സൈൻ എക്സ് മൈനസ് കോസ് എക്സ് അങ്ങനെ തന്നെ ഉണ്ടാവും ആൻഡ് ഞാൻ പുറത്തെടുത്ത നെഗറ്റീവ് ഇവിടുന്ന് പുറത്തെടുത്താൽ ഇവിടെ മൈനസ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ആവും അതായത് എനിക്ക് ഒന്നുകൂടി മാറ്റി എഴുതിയാൽ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് എഴുതി കൂടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ ഞാനിതാ ഇവിടുന്ന് ഒരു നെഗറ്റീവ് എടുത്തു അപ്പോൾ ഇവിടുന്ന് ഒരു നെഗറ്റീവ് കോമൺ എടുത്തപ്പോൾ ഇവിടേക്ക് ഒരു നെഗറ്റീവ് വന്നു അപ്പോൾ ഇത് മൈനസ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ആവും അതായത് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ആക്കി ഈസി സോ റെഡി അപ്പോൾ ഡിനോമിനേറ്ററിൽ ഞാൻ എഴുതാൻ പോകുന്നത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ റെഡി ഇനി നോക്ക് ഞാൻ ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ നിങ്ങൾ ഇവിടെ നിർത്തിയാലും മാർക്ക് കിട്ടും കേട്ടോ ഹോൾ സ്ക്വയർ ഡിനോമിനേറ്റർ ഉള്ളത് രണ്ടിനും ബാധകല്ലേ അപ്പോൾ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ ഇനി നോക്ക് ഈ മൈനസും കൂടിയും പ്ലസ് ആയി പോയി അല്ലേ സോ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ് അതായത് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇത്രയേ ഉള്ളൂ അപ്പോൾ ആൻസർ കഴിഞ്ഞ് ഇനി വേണമെങ്കിൽ ഇത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾക്ക് 1 എഴുതാം അപ്പോൾ ആൻസർ എന്താ 1 പ്ലസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് രണ്ടിനും സ്ക്വയർ ഇല്ലേ അപ്പോൾ നമുക്ക് ഹോൾ സ്ക്വയർ എന്നിട്ട് കൊടുത്തൂടെ ഇത്രയേ ഉള്ളൂ ഇതാണ് ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് റെഡി ആണല്ലോ അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ലിമിറ്റ്സിൽ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ
അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.